നമസ്കാരം. കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. ഇൻഫാം ഇലഞ്ഞി മേഖലയുടെ ആഭിമുഖ്യത്തിൽ കർഷക സെമിനാർ നടത്തി. മേഖലാ ഡയറക്ടർ ഫാദർ ജോസഫ് ഇടത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ മുൻ കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ബിജുമോൻ സക്കറിയ ക്ലാസ് എടുത്തു. ഇൻഫാം മേഖലാ പ്രസിഡന്റ് ശ്രീ സാജു എറണാകുളത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണം ഇൻഫാം ദേശീയ സെക്രട്ടറി KS മാത്യു നിർവഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സണ്ണി അഗസ്റ്റിൻ ആശംസകൾ അർപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ജോസഫ് തോമസ് സ്വാഗതം ചെയ്യുകയും മേഖലാ സെക്രട്ടറി ശ്രീ ഷാജു വി പോൾ കൃതജ്ഞതയും ചടങ്ങിൽ പറഞ്ഞു. 298 ടൺ റബ്ബർ വിദേശത്തേക്ക് കയറ്റി അയക്കുകയും തദ്വാര ആ ഒരു ശ്രമത്തിന്റെ ഫലമായിട്ട് റബ്ബറിന്റെ വില അനുസ്യൂതമായിട്ട് ഉയരുകയും ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുകയാണ്. ഏതായാലും അതോടൊപ്പം തന്നെ ഇതിനെ സംബന്ധിച്ച് ഒത്തിരി പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ, അതായത് എണ്ണ, കോക്കനട്ട് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനി തുടങ്ങിയതുപോലെ കാപ്പിപ്പൊടിക്ക്, അരിയുടെ ഒക്കെ ഒത്തിരി പ്രസ്ഥാനങ്ങൾ തുടങ്ങി. പക്ഷെ അതെല്ലാം ശൈശവത്തിൽ തന്നെ നിന്നുപോയൊരവസ്ഥയുണ്ടായി. അതെന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ നമുക്ക് പല കാരണങ്ങൾ പറയാനുണ്ടാവും. ഏതായാലും അത് തുടരാൻ കഴിയാത്തത് കർഷകരുടെ ഒരു പരാജയമായിട്ട് തന്നെ കാണാം. നമ്മുടെ കൃഷി ഇപ്പോഴത്തെ ഒരു ലെവലിലോട്ട് വരുമ്പം നമ്മുടെ എന്താ പറയുക ദേശീയ സെക്രട്ടറി പറഞ്ഞ പോലെ കേവലം ഉൽപാദനം കൊണ്ട് മാത്രം കാര്യമായ ഗുണമില്ല. കാരണം ഉൽപാദനത്തിന് അല്ലെങ്കിൽ ഉൽപ്പന്നത്തിന് ഒരു സുസ്ഥിരമായ വില എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല. ഇപ്പോൾ വാഴയുടെ കാര്യം തന്നെ, ഏത്തക്കായുടെ കാര്യം തന്നെ നമുക്ക് നോക്കിയറിയാം. ഈ ഒരു സമീപ കാലഘട്ടത്തിൽ തന്നെ അതിൻ്റെ വിലയിൽ വന്ന ഫ്ലക്ച്വേഷൻസ്. പിന്നെ പൈനാപ്പിൾ, അതുപോലെ ഒരു വിളയ്ക്കും നമുക്ക് ന്യായവില സംഭരണ സംവിധാനം ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇതുവരെ അതൊരു ഫലവത്തായ രീതിയിലോട്ട് വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച പോലെ നമ്മൾ ഉൽപാദനം മാത്രമല്ല, ഉൽപാദകര് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടത്തക്ക രീതിയിലുള്ള മൂല്യവർദ്ധനവ്. നമ്മൾ ഈ മൂല്യവർദ്ധനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ചിന്ത വരുന്നത് ഏതാണ്ട് ഒരു ഹൈ ഡിഗ്രി അല്ലെങ്കിൽ ഹൈ ലെവൽ എന്താ പറയുക, നമ്മൾ മോഡിഫിക്കേഷൻസോ അല്ലെങ്കിൽ വാല്യൂ അഡീഷനോ ഒക്കെ നടക്കണം എന്നാണ്. നമ്മൾ ഇൻഫാമിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസത്തിൽ നമ്മളൊരു സെമിനാർ നടത്തുകയുണ്ടായി. അന്ന് നമുക്ക് ഒരു 65-70ഓളം പേര് വന്ന് സംബന്ധിക്കുകയും അത് വലിയ വിജയപ്രദമാക്കി തീർക്കുകയും ചെയ്തു. അതോടനുബന്ധിച്ച് നമ്മുടെ ഇങ്ങനെ മിക്കവാറും എല്ലാ മാസങ്ങളിലും തന്നെ ഒരു കർഷക സെമിനാർ നടത്തിക്കൊണ്ട് കൂടുതൽ കർഷകരെ ബോധവൽക്കരിക്കാനും അവർക്ക് നൂതന കൃഷി സമ്പ്രദായങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ കൃഷികൾ പലപ്പോഴും ഇന്ന് കൃഷികൾ അന്യം നിന്ന് പോയിരിക്കുകയാണ്. നമ്മുടെ പല ഭവനങ്ങളിലും വലിയ കർഷക കുടുംബങ്ങളായിരുന്ന ഭവനങ്ങളൊക്കെ ഇന്ന് പലപ്പോഴും നമ്മുടെ ഭൂമികളെല്ലാം തരിശായിട്ടിട്ടുകൊണ്ട്, കാരണം കൃഷി ചെയ്യാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ വീട്ടിലില്ല. കാരണം മക്കളൊക്കെ അവർ ജോലി തേടി മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ മാറിപ്പോവുകയും ചെയ്തു. അതുപോലെ തന്നെ കർഷക തൊഴിലാളികൾ ഇന്ന് നമ്മുടെ നാട്ടിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.